ഇത് കഴിഞ്ഞ ദിവസം മറ്റേ ന്യൂറൽ IPS നിപ്സ് എന്നും പറഞ്ഞൊരു കോൺഫറൻസിൽ IBM പ്രസന്റ് ചെയ്ത ഒരു പേപ്പറാണ്. പക്ഷേ സംഭവം നിപ്സ് ഭയങ്കര ഫേമസ് ആണ്. ഇതിനകത്ത് പബ്ലിഷ് ചെയ്ത് കിട്ടാൻ ഇതാണ് ന്യൂറൽ IPS എന്ന് പറഞ്ഞുള്ളത്. കഴിഞ്ഞ ആഴ്ച 19-ാം തീയതി ഇറങ്ങിയ പേപ്പറാണ്. പക്ഷേ വലിയ കാര്യമായിട്ടുള്ള സംഭവം ഒന്നും ഇല്ലെന്നാണ് എനിക്ക് മനസ്സിലായത്. എന്താണെന്ന് ഉള്ളത് ബ്രീഫായിട്ട് അബ്സ്ട്രാക്റ്റ് പറഞ്ഞിട്ടുണ്ട് എന്ന് പറയാം. അതായത് പ്രോംപ്റ്റ് സ്റ്റിയറബിലിറ്റി എന്ന സംഭവമാണ് ഇവർ മെയിൻ ആയിട്ട്. അതായത് സ്റ്റിയറബിലിറ്റി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഒരു കാര്യം ഇതിപ്പം മോഡല് നമുക്ക് ലാമയാണെങ്കിൽ തന്നെ അറിയാം, ഏകദേശം 2 ട്രില്യൺ ഡാറ്റാ സെറ്റിൽ 2 ട്രില്യൺ ടോക്കൺസിലാണ് ട്രെയിൻ ചെയ്തിരിക്കുന്നത്. അപ്പോഴുള്ള പ്രശ്നം എന്ന് പറയുന്നത് ഈ 2 ട്രില്യന്റെയും ആവറേജ് ആയിരിക്കും എപ്പോഴും ആ മോഡൽ ലേൺ ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പം നമുക്ക് ഒരു പർട്ടിക്കുലർ ഒരു പേഴ്സണാലിറ്റി വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ പർട്ടിക്കുലർ പേഴ്സണാലിറ്റികളുടെ എല്ലാം ആവറേജ് ആയിരിക്കും. എന്താണ് ആ പേഴ്സണാലിറ്റി, ആ പെർസോണ എന്നുള്ളതൊക്കെ ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പം ആ പർട്ടിക്കുലർ ഒരു പെർസോണ വേണമെന്നുണ്ടെങ്കിൽ അത് തന്നെയായിട്ട് സെപ്പറേറ്റ് ചെയ്തെടുക്കാനായിട്ടുള്ള, അങ്ങനെ സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ പറ്റുമോ എന്ന് മോഡൽസിനെ ട്രൈ ചെയ്ത് നോക്കിയ ഒരു പേപ്പറാണ്. അതായത് പ്രോംപ്റ്റിങ്ങിലൂടെ മാത്രം. അല്ലാണ്ട് ഡിഫറെന്റ് അപ്രോച്ചുകളുണ്ട്, ഫൈൻ ട്യൂണിങ് വെച്ചിട്ടും അല്ലെന്നുണ്ടെങ്കിൽ ആക്ടിവേഷൻസ് ഒക്കെ വെച്ചുകൊണ്ട് ഇതിനെ സ്റ്റിയറിങ് ചെയ്യാൻ പറ്റും. പക്ഷെ പ്രോംപ്റ്റിങ്ങിലൂടെ മോഡൽസിനെ ഇതുമാത്രം സ്റ്റിയർ ചെയ്തെടുക്കാം. അതായത് നമുക്ക് വേണ്ട ഒരു ഡയറക്ഷനിലോട്ട് മാറ്റിയെടുക്കാം എന്നുള്ളതാണ് ഇതിന്റെ ഒരു മൊത്തത്തിലുള്ള ഒരു ഓവർവ്യൂ എന്ന് പറയുന്നത്. അപ്പൊ അവരുടെ പേപ്പർ ആണെങ്കിലും കിടപ്പുണ്ട്, അല്ല പേപ്പറല്ല, അവരുടെ ജിഹബ് ആണെങ്കിലും കിടപ്പുണ്ട്. പക്ഷെ അത്ര യൂസ്ഫുൾ ആയിട്ട് എനിക്ക് തോന്നിയില്ല. ഇനി ഇതിനകത്ത് എന്താണ് മീൻസ് എന്താണ് ഇതിന്റെ സ്റ്റിയറബിലിറ്റി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? റെപ്രസെന്റിങ് വേരിയസ് ഇൻഡിവിജ്വൽ ഗ്രൂപ്പ്സ് റാദർ ദാൻ അലൈനിങ് ടു എ സിംഗിൾ ആവറേജ്. അതായത് എന്താണ് ഇൻഡിവിജ്വൽ ഗ്രൂപ്പ്സ് എന്ന് പറയുന്നത്? ഇവരെടുത്ത ഒരു ഡാറ്റാ സെറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ആന്ത്രോപിക് ക്ലൗഡയുടെ ഒരു പർട്ടിക്കുലർ ഡാറ്റാ സെറ്റ് ഉണ്ട്. ക്ലൗഡയുടെ ഇവാലുവേഷൻ പെർസോണ ഡാറ്റാ സെറ്റ് ഉണ്ട്. അതിനകത്ത് ഡിഫറെന്റ് ആയിട്ടുള്ള, അതായത് ഡിഫറെന്റ് റിലീജിയസ് വ്യൂ ഉണ്ട്, എത്തിക്കൽ വ്യൂ ഉണ്ട്, പൊളിറ്റിക്കൽ വ്യൂ ഉണ്ട്, ഡിഫറെന്റ് പേഴ്സണാലിറ്റീസ് ഉണ്ട്. അപ്പം അവര് ചെയ്തത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ സിസ്റ്റം ഇതിനകത്ത് ജസ്റ്റ് ഓടിച്ചിട്ട് കാണിച്ചിട്ട് ഞാൻ ആദ്യം തൊട്ട് പറയാം. ഇപ്പൊ ഇതാണ് സാധാരണ രീതിയിലുള്ള നമ്മുടെ പ്രോംപ്റ്റിംഗ് അപ്രോച്ച്. അതായത് സിസ്റ്റത്തിനോട് ഇത്രയും പറയും, അതായത് യു വിൽ ബി ആസ്ക്ഡ് ടു പ്രൊവൈഡ് ആൻസർ ടു എ ക്വസ്റ്റ്യൻ, അത് യെസ് ഓർ നോ ആയിട്ട് പറയണം. എന്നിട്ട് അത് അത്രയും കഴിഞ്ഞു, സിസ്റ്റത്തിന്റെ സംഭവം കഴിഞ്ഞു. എന്നിട്ട് യൂസർ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുവാണ്, അതിന് ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് സംതിങ് യു വുഡ് സേ. അത് മെയിൻ ആയിട്ട് ഇത് ഇവാലുവേഷൻ പർപ്പസിനായിട്ട് യെസ് ഓർ നോ എന്ന രീതിയിൽ മാത്രം ആൻസർ ചെയ്യുന്ന രീതിയിലാണ് അവർ ചെയ്തിരിക്കുന്നത്. അപ്പം ഇത് യെസ് ഓർ നോ എന്ന ക്വസ്റ്റ്യൻ, അതായത് നിങ്ങൾ ഇങ്ങനെ ഒരു സംഭവം പറയുമായിരുന്നു എന്നുള്ളതാണ് നോർമൽ ആയിട്ടുള്ള അപ്രോച്ച്. പക്ഷെ പ്രോംപ്റ്റ് സ്റ്റിയറിംഗിനകത്ത് മെയിൻ ആയിട്ട് ചെയ്യുന്നത് ഈ സിസ്റ്റം മെസ്സേജിനകത്ത് തന്നെ ഇത് ഈ ഏത് പ്രിൻസിപ്പിൾ ആണ് എന്നുള്ളത് അത് സ്ട്രിക്റ്റ് ആയിട്ട് പറയും. യു അബൈഡ് ദ ഫോളോയിങ് പ്രിൻസിപ്പിൾസ്, ഐ തിങ്ക് ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ് ടു അക്സെപ്റ്റ് അതേഴ്സ് പീപ്പിൾ ഐഡിയ ആൻഡ് ഓപ്ഷൻസ്, ഒപ്പീനിയൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കും. എന്നിട്ട് മീൻസ് ബാക്കിയുള്ള കാര്യങ്ങൾ കൂടെ പറയും. അത് എന്നിട്ട് അപ്പം അതിനകത്ത് ലിമിറ്റ് ചെയ്തുകൊണ്ട്, അതായത് അതിൽ ലിമിറ്റ് ചെയ്യിക്കാൻ പറ്റുമോ പ്രോംപ്റ്റിനെ, അതായത് മോഡലിനെ, അതായത് ഈ പർട്ടിക്കുലർ കാര്യം ചെയ്തുകൊണ്ട് യെസ് ഓർ നോ ക്വസ്റ്റ്യൻ വന്നു കഴിയുമ്പം യെസ് ഓർ നോ എന്ന് പറയുമോ എന്നുള്ളതാണ് ഈ മോഡൽ മെയിൻ ആയിട്ടും ചെയ്തത്. അപ്പം ഡീറ്റെയിൽ ആയിട്ട് പോകുമ്പോൾ നമ്മുടെ ആവശ്യത്തിനകത്ത് വന്നു കഴിയുമ്പോൾ നമുക്കിപ്പോ ഒരു പർട്ടിക്കുലർ കേസ് മാത്രമേ ഉള്ളൂ. അപ്പം അതിനകത്ത് എന്തുമാത്രം ഇമ്പോർട്ടന്റ് ആണ് സ്റ്റിയറബിലിറ്റി എന്നുള്ളത് നമ്മൾ ഇച്ചിരി ചിന്തിച്ചെടുക്കേണ്ടതാണ്. അതുകൊണ്ടാണ് ഇതിന് എന്തുമാത്രം യൂസ് ഉണ്ട് എന്നുള്ളത് അവര് പിന്നെ ഇതിനകത്ത് മെയിനായിട്ടും ബാക്കി പറയുന്നത് അതായത് ഹൗ മച്ച് മോഡൽസ് ബിഹേവിയർ ക്യാൻ ബി ഇൻഫ്ലുവൻസ്ഡ്. അതായത് ഒരു ബേസ് മോഡൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനകത്തുനിന്ന് മാറ്റി പർട്ടിക്കുലർ രീതിയിൽ ആൻസർ ചെയ്യുന്ന രീതിയിൽ, അതായത് ആൾക്കാർക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിൽ ആൻസർ ചെയ്യുക, അങ്ങനെയുള്ള സിസ്റ്റം പ്രോംപ്റ്റിനകത്ത് തന്നെ വെച്ചുകൊണ്ട് അത് എന്തുമാത്രം ചേഞ്ച് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ചെയ്യുന്നത്. അപ്പൊ ഇതിനകത്ത് പ്രോംപ്റ്റിംഗ് ഉണ്ട്, ആദ്യം പറഞ്ഞ പോലെ തന്നെ ഫൈൻ ട്യൂണിംഗ് ഉണ്ട്, ആക്ടിവേഷൻ ഉണ്ട്. ഫൈൻ ട്യൂണിങ്ങിന്റെ പ്രശ്നം എന്ന് പറയുന്നത് ആ മോഡലിന്റെ വെയിറ്റ്സ് നമ്മുടെ വേണം. ആക്ടിവേഷൻസ് എന്ന് പറയുന്നത് മോഡൽ നമ്മുടെ ഇൻഫറൻസ് എടുക്കുന്ന സമയത്ത് തന്നെ അതിന്റെ ആക്ടിവേഷൻസ് മീൻസ് അതിന്റെ ആക്സസ് നമുക്ക് വേണം. അപ്പൊ അതില്ലാതെ ഏറ്റവും എളുപ്പമുള്ള മെത്തേഡാണ് പ്രോംപ്റ്റിംഗ് എന്ന് പറയുന്നത്. ഇപ്പൊ കുറെ റിലേറ്റഡ് വർക്കൊക്കെ ഉണ്ട്, മീൻസ് ബേഷ്യൻ ഇൻഫറൻസ് ആണ് എൻ്റെ ഡേറ്റാ സെറ്റിൽ നിന്ന് അത് വെച്ചുകൊണ്ടുള്ള തിയറട്ടിക്കൽ അപ്രോച്ചുകളൊക്കെ ഉണ്ട്. പക്ഷെ അതിനകത്തേക്ക് മെയിൻ പ്രശ്നം എന്ന് പറയുന്നത് അത് എങ്ങനെയാണ് ആ പ്രോംപ്റ്റിംഗിലേക്ക് വരുന്നത് എന്നുള്ള ആ തിയറട്ടിക്കൽ അപ്രോച്ചിനകത്ത് പറയുന്നില്ലെന്നൊക്കെയാണ് ഇവരവിടെ പറയുന്നത്.
പിന്നെ വേറൊരെണ്ണം എന്ന് പറയുന്നത് മോഡൽ സിഗ്നോഫസിയോ എന്ന് വെച്ചാൽ ബയാസ്. അതാണോ നമ്മുടെ മറ്റേ കഴിഞ്ഞ ഡാറ്റാ സെറ്റ് ഉണ്ടാക്കിയപ്പോഴത്തെ പ്രശ്നമാണോ എന്ന് എനിക്കറിയത്തില്ല. ഇങ്ങനെ ഒരു സംഭവം പറയുന്നുണ്ട്. അതായത് ബയാസി അത് ബേസിക് മോഡലിനെ തന്നെ മിറർ ചെയ്ത് ബയാസസിനെ മിറർ ചെയ്ത് ഔട്ട്പുട്ട് ഉണ്ടാക്കും. അതുകൊണ്ടാണ് നമ്മുടെ ഡാറ്റാ സെറ്റിനകത്ത് അങ്ങനെ പ്രശ്നം ഉണ്ടായെന്നുള്ളതും ഡൗട്ടാണ്. ഇനിയും പ്രോംപ്റ്റ് സ്റ്റിയറബിലിറ്റിയുടെ മാത്തമാറ്റിക്കൽ എക്സ്പ്ലനേഷൻ ആണ് ഇതിനകത്ത്. അത് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്തേക്കാം. അത് മെയിനായിട്ട് അവർ പറയുന്നത് പ്രോംപ്റ്റ് സ്റ്റിയറബിലിറ്റി വരുന്നതും സിസ്റ്റത്തിന്റെ ഇതിനകത്ത്, അതായത് സിസ്റ്റം പ്രോംപ്റ്റിനകത്ത് ഒരു പ്രോംപ്റ്റ് സ്റ്റിയറിംഗ് ഫംഗ്ഷൻ വെക്കും. അത് പോസിറ്റീവും നെഗറ്റീവും ആകാം. അതായത് ആ പർട്ടിക്കുലർ ഡാറ്റാ സെറ്റ് ഞാൻ പറഞ്ഞ ആന്ത്രോപ്പിക്കൽ ഡാറ്റാ സെറ്റിനകത്ത് പോസിറ്റീവ് എക്സാമ്പിൾസും ഉണ്ട്, നെഗറ്റീവ് എക്സാമ്പിൾസും ഉണ്ട്. അപ്പം മോർ പോസിറ്റീവ് ടോൺ കുഡ് ബി അതായത് പോസിറ്റീവ് നെഗറ്റീവും നമുക്ക് പറഞ്ഞുകൊണ്ട് തന്നെ മോർ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു അപ്രോച്ചോ അല്ല മീൻസ് ആൻസറോ നെഗറ്റീവ് ആയിട്ടുള്ള ആൻസറോ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമെന്നാണ് പറയുന്നത്. പിന്നെ ഇവരുടെ മെയിൻ കോൺട്രിബ്യൂഷൻ ആയിട്ട് പറയുന്നത് അതിന്റെ ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് ഒരു അപ്രോച്ച് ഇവർ ഉണ്ടാക്കിയെടുത്തു. ഇനി ബെഞ്ച് മാർക്ക് ഡിസൈൻ എന്ന് പറയുന്നത് ആ ഡാറ്റാ സെറ്റ് ആണ്. പറഞ്ഞ പോലെ തന്നെ പേഴ്സണാലിറ്റി, പൊളിറ്റിക്കൽ വ്യൂസ്, അതൊക്കെയാണ് ഡിഫറെന്റ് പേഴ്സോണാസ്. അതിനകത്ത് തന്നെ മീൻസ് പല വില്ലിങ്നെസ് ടു ഡിഫർ ടു എക്സ്പേർട്ട്, പൊളിറ്റിക്കൽ ലിബർട്ടി, അങ്ങനെ പല പല സാധനമുണ്ട്. ആ പർട്ടിക്കുലർ ഡാറ്റാ സെറ്റ് തന്നെയാണെങ്കിൽ ഒരു 134 ഡിഫറെന്റ് ഇതുപോലത്തെ സംഭവങ്ങളുണ്ട്. അതിനകത്തുനിന്ന് തന്നെ അവർ 30 വേണ്ടി എടുത്തുള്ളൂ. എന്നിട്ട് ഓരോ എക്സാമ്പിളിനും ഏകദേശം 500 വെച്ചുണ്ടായിരുന്നു. 500 പോസിറ്റീവ്, 500 നെഗറ്റീവ്, അങ്ങനെ 1000 എണ്ണം ഉണ്ടായിരുന്നു. അതിനകത്ത് അവർ 300 എണ്ണം മാത്രമേ എടുത്തുള്ളൂ. ഇതാണ് ഒരു എക്സാമ്പിൾ ആയിട്ട് കാണിച്ചിരിക്കുന്നത്. ഇങ്ങനെ ഫോളോയിങ് പ്രിൻസിപ്പിൾസ് ഫോളോ ചെയ്യും എന്ന് സിസ്റ്റത്തിനകത്ത് പറയും. അപ്പം ഇത് പോസിറ്റീവ് ആയിട്ടുള്ളത്, ഇത് അതിന്റെ നെഗറ്റീവ് ആയിട്ടുള്ളത്. അപ്പൊ ഫോളോയിങ് പ്രിൻസിപ്പിൾസ് മാറ്റം വന്നു. ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു കീപ് യുവർ ഓർഗനൈസേഷൻ ക്ലീൻ. അപ്പം അതിന്റെ നെഗറ്റീവ് ആയിട്ടുള്ളത് ടൈം നോട്ട് ഇമ്പോർട്ടൻറ്റ് ടു മീ, ഐ ആം ലാക്സ് ഇൻ മൈ ഡ്യൂട്ടീസ്. എന്നിട്ട് യെസ് ഓർ നോ ക്വസ്റ്റ്യൻ, യെസ് ഓർ നോ ആയിട്ടുള്ള ആൻസർ വരുന്ന ക്വസ്റ്റ്യൻ ചോദിക്കും. അപ്പം എന്തുമാത്രം മോഡലിന് അത് പഠിച്ചെടുക്കാൻ പറ്റുന്നു എന്നുള്ള കാര്യമാണ്. പിന്നെ അതിന്റെ മെഷറിംഗ്, സ്റ്റിയറബിലിറ്റി മെഷർ ചെയ്യാനുള്ള ഒരു പർട്ടിക്കുലർ അപ്രോച്ച് അവർ ഇംപ്ലിമെന്റ് ചെയ്തതാണ്. ഇനി ബെഞ്ച് മാർക്ക് റിസൾട്ട്സ് അവർ മെയിനായിട്ടും IBMന്റെ പേപ്പറാണ്. IBMന്റെ തന്നെ ഒരു മോഡലായിട്ടുള്ള ഗ്രാനൈറ്റ് 13B ചാറ്റ് V2 പിന്നെ മെറ്റായും പിന്നെ നമ്മുടെ മൈക്രോസോഫ്റ്റിന്റെ മോഡൽസ് 5 മോഡൽസും ഒക്കെ ആയിട്ടാണ് അവർ കമ്പയർ ചെയ്തിരിക്കുന്നത്. അപ്പൊ അവർ മെയിനായിട്ടും പറഞ്ഞിരിക്കുന്നത് ഇതിപ്പം നമ്പർ ഓഫ് പോസിറ്റീവ് മീൻസ് നമ്പർ ഓഫ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് സ്റ്റിയറിംഗ് സ്റ്റേറ്റ്മെന്റ്സ് ആണ്. അപ്പം അത് വെച്ചുകൊണ്ട് എന്തുമാത്രം വരെ ചേഞ്ച് വരുത്താൻ പറ്റും, സ്റ്റിയർ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇത് കാണിച്ചിരിക്കുന്നത്. അപ്പൊ അവര് പറയുന്നത് എത്രയും പെട്ടെന്ന് സംഭവം സ്റ്റിയർ ആയി മീൻസ് ചേഞ്ച് ആയി ഒരു പ്ലേറ്റുവിലേക്ക് എത്തുന്നതിനാണ് ആ മോഡലിന്റെ കേപ്പബിലിറ്റിയാണ് സ്റ്റിയർ ചെയ്യാൻ മാക്സിമം കേപ്പബിലിറ്റി ഉള്ളതെന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ഇവരുടെ IBMന്റെ മോഡല് പതുക്കെയാണ് പ്ലേറ്റുവിലേക്ക് എത്തുന്നത്. അതുകൊണ്ട് അതിന് ആ കപ്പാസിറ്റി കുറവാണ്. പിന്നെ അതേസമയം ലാമ മോഡൽ ആണെന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് പ്ലേറ്റുവിലേക്ക് എത്തി, നെഗറ്റീവ് ആണെന്നുണ്ടെങ്കിലും പെട്ടെന്ന് പ്ലേറ്റുവിലേക്ക് എത്തി. അതുകൊണ്ട് ലാമ മോഡൽസിനെ പെട്ടെന്ന് സ്റ്റിയർ ചെയ്ത് നമുക്ക് വേണ്ട രീതിയിൽ ആക്കിയെടുക്കാനുള്ള കേപ്പബിലിറ്റി ഉണ്ടെന്നാണ് അവർ മെയിനായിട്ടും പറഞ്ഞിരിക്കുന്നത്. പിന്നെ കൺക്ലൂഡിങ് റിമാർക്സ് ആൻഡ് ഓൺഗോയിങ് എഫേർട്സ് ഇതൊക്കെയാണ് പറഞ്ഞത്. പിന്നെ ലിമിറ്റേഷൻ ആയിട്ട് പറഞ്ഞിരിക്കുന്ന ഒരൊറ്റ, അതായത് ഇൻഡിവിജ്വൽ ആണ് ഓരോന്നും, അതായത് പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ വേറൊന്ന്, അല്ലാണ്ട് ജോയിന്റ് പ്രോബിലിറ്റീസിന്റെ അപ്രോച്ച് ഇവർക്ക് ഇതിനകത്ത് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളതാണ് ഇതിനകത്ത് മെയിനായിട്ടും അവർ പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഇപ്പൊ പറഞ്ഞ പോലെ 1000 എണ്ണം ഉണ്ടായിരുന്നു, 133 ഡിഫറൻറ്റ് ഉണ്ട്. അതൊക്കെയാണ് അതിനകത്തുനിന്ന് 200 100 വെച്ചാണ് അവരെടുത്തത്. 1000 തന്നെ 1000 200 അവരെടുത്തിട്ടുള്ളൂ. എന്നിട്ട് ആ 133 നിന്ന് അവരേതാണ്ട് ഇത്ര എണ്ണമായിട്ട് കുറച്ചു. എത്ര എണ്ണമായിരുന്നു? ഇത്ര എണ്ണമായിട്ട് അവർ കുറച്ചു. ഇതിലാണ് അവർ ട്രൈ ചെയ്തതെന്നൊക്കെ പറഞ്ഞിരിക്കുന്നു. അതിന്റെ ചില പെർസോണ ഡേറ്റയുടെ എക്സാമ്പിൾ ഒക്കെ കാണിച്ചിട്ടുണ്ട്. പിന്നെ ഇവാലുവേഷനകത്ത് വേറെ കുറെ സാധനം കൂടെ അവര് വെച്ചിട്ടുണ്ട്. മീൻസ് ഇത് ലാമ 3 പിന്നെ ഓരോന്നിന്റെ റിസൾട്ട് ആണ് 3.1, പിന്നെ അവരുടെ മോഡൽ IBMന്റെ മോഡല് അങ്ങനെയാണ്. പിന്നെ 5 ഇതൊക്കെ എന്തുമാത്രം ചേഞ്ചസ് വന്നിട്ടുണ്ട്, അതായത് 0.52 മീൻസ് എന്തുമാത്രം സ്റ്റിയറബിൾ ആണ് എന്നുള്ള ഒരു റിസൾട്ട് ആണ് ഇവര് ഒപ്പിച്ചെടുത്തത്. ബാക്കി എല്ലാ റിസൾട്ട് ആണ് എന്തുമാത്രം എങ്ങനെ ഇത്ര പെട്ടെന്ന് പ്ലാറ്റോയിലേക്ക് എത്തി, ഓരോ അപ്രോച്ചുകളും
മീൻസ് ഓരോ പർട്ടിക്കുലർ ബേസ് മോഡൽസ് ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എന്നുള്ളതായിരുന്നു. ഇതിനേക്കാളും ബെറ്റർ പേപ്പർ ഇത് ഞാൻ തീർന്നില്ല. ഇത് അടുത്ത ദിവസത്തിലായിട്ട് എക്സാമ്പിൾ. പക്ഷേ ഇതും നമ്മുടെ ആവശ്യത്തിനായിട്ട് എന്തുമാത്രം ഉണ്ടെന്നുള്ളതിൽ എനിക്ക് ഡൗട്ട് ഉണ്ട്. കാരണം ഇത് നമുക്ക് വേണ്ട ഒരു നല്ല സാധനമാണ്. മെറ്റായുടെ സംഭവമാണ്. പക്ഷെ ഇത് 2 ട്രില്യൺ ഇത് അവര് ഇതിന്റെ കോഡ് ബേസോ അവരുടെ മോഡൽസോ റിലീസ് ചെയ്തിട്ടില്ല. അപ്പം ഇത് എന്താന്ന് പറയാം, നമ്മുടെ ഇമേജ് ട്രാൻസ്ഫോമർ, സ്പീച്ച് ട്രാൻസ്ഫോമർ, ടെക്സ്റ്റ് ട്രാൻസ്ഫോമർ, നമ്മളിപ്പോൾ ചാറ്റിനകത്ത് ഉപയോഗിക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്ന എല്ലാം നമ്മളിപ്പം വിസ്പർ സെപ്പറേറ്റ് ആയിട്ട് ചെയ്ത് അതിന്റെ ആവശ്യമില്ല. പക്ഷെ അതിനകത്തുണ്ടായ ചലഞ്ചസും അവരെങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്തു എന്നുള്ളതുമാണ്. 7th നവംബറിന് ഇറങ്ങിയതാണ്. ഇതിന് മുമ്പ് ഒരു പേപ്പർ ഉണ്ടായിരുന്നു. അതിന്റെ പേപ്പർ ഈ പർട്ടിക്കുലർ പേപ്പർ ആയിരുന്നു മെറ്റായുടെ തന്നെ. അതിനകത്ത് എനിക്ക് തോന്നുന്നു അതിൽ നിന്നാണ് മൾട്ടി മൊഡാലിറ്റി ഇമേജും ടെക്സ്റ്റും ഉള്ള അവരുണ്ടാക്കിയെടുത്തത്. പക്ഷെ അതിന്റെ ഓവർകം ചെയ്തുകൊണ്ട് അപ്പം എങ്ങനെ കുറയ്ക്കാം എന്നുള്ളതൊക്കെ പറഞ്ഞുകൊണ്ടുള്ളൊരു പേപ്പറാണ്. ഇത് ഞാൻ അടുത്ത ദിവസം എക്സ്പ്ലെയിൻ ചെയ്യാം.